ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ആഷി കമാൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? മൂവർ സംഘം കുറെ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഒരു മൂന്നാൾ തമ്മിലുള്ള ഒരു കോംബോ എപ്പോഴും നന്നായി വർക്ക് ചെയ്യണ ഒരു കോംബോ ഉണ്ടാവും. എനിക്കും ഉണ്ട് അങ്ങനത്തെ ഒരു കോംബോ. ഞാന്, ഹാഷിം ആൻഡ് മൻസൂർ. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്ന് തന്നെ പറയാം. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അത് ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ മൂവർ സംഘം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ലൈഫിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ല രസമാണ് ഞങ്ങൾ തമ്മിലുള്ള മൂന്ന് തരം സ്വഭാവം. മൂന്ന് വെച്ചാൽ മൂന്നും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സ്വഭാവങ്ങള്. പക്ഷെ അതിനെ യോജിച്ച് പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. ചിലപ്പോൾ ഭയങ്കര തല്ലൂട്ടുണ്ടാവും, ഭയങ്കര ബഹളം ഉണ്ടാവും. ഇപ്പൊ ദുബായിലൊക്കെ ആയിരുന്ന കാലത്ത് 10-14 കൊല്ലത്തോളം ദുബായിലുണ്ടായിരുന്നു. അന്ന് ഒരു ദിവസം പോലും ഞങ്ങള് പരസ്പരം സംസാരിക്കാത്തവരുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഹാഷിമിന് ഇതേപോലെ ലീവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എവര് വീക്കിലി എല്ലാ ആഴ്ച ദിവസങ്ങളിലും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും വ്യാഴാഴ്ച വൈകിട്ട് അവന്റെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് അവനക്ക് വേണ്ട സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നൽകുന്നു. സംസാരം, ചിലപ്പോൾ തല്ലൂട്ടം, ബഹളം, അത് ഇതൊക്കെ ആയിട്ട് അതിനെ ഒത്തുതീർപ്പിന് മൂന്നാമത്തെ ഒരുത്തം നിൽക്കുന്നു. രണ്ടാൾ തമ്മിൽ ബഹളം. അയ്യോ, ഭയങ്കര രസമാണ്. ഇവര് എത്ര തെറ്റിയാലും അങ്ങനെ പിരിഞ്ഞു പോകുന്നില്ല. ഇപ്പൊ ഞാനും എൻ്റെ ഒരു സുഹൃത്ത്, അതിലത്തെ ഒരു സുഹൃത്തിൽ കൂടെ കുറച്ച് തെറ്റുണ്ടായി. പക്ഷെ അവന്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം വരുമ്പോൾ ആദ്യം എന്നെ തന്നെയാണ് ഓർമ്മ വരിക. അത് എനിക്ക് നല്ല ഉറപ്പാണ്. തെറ്റുക എന്ന് പറഞ്ഞത് അതൊരു സൗന്ദര്യപ്പണക്കം മാത്രമാണ് കേട്ടോ. പക്ഷെ ഒരു വാശി പിടിച്ചിട്ട് ചിലപ്പോൾ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ അങ്ങനെ തെറ്റി നിൽക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ വന്നാൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മൻസൂറും എനിക്ക് ആഷിമും ഒക്കെ തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. അപ്പോൾ അങ്ങനെ മൂവർ സംഘം എന്ന് പറഞ്ഞ സംഭവമാണ്. കുറേ പറയാനുണ്ട് ഇതിനെ കുറിച്ചിട്ട്. പക്ഷെ ഒന്നും പറയാനും കിട്ടില്ല സത്യം പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇവരില്ലാണ്ട് ഒരു ലൈഫ് ഇല്ല എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും നമ്മൾക്ക് എത്ര വേദനപ്പെട്ട സമയത്തും ഓരോ കാര്യങ്ങൾ സംസാരിക്കാനും അതിന് അങ്ങനെയല്ലടാ, ഇങ്ങനെ പോടാ, അങ്ങനെ ചെയ്യടാ, അങ്ങനെ ആക്കടാ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ഇടവും ബലവും നിൽക്കുന്ന രണ്ട് സുഹൃത്തുക്കളാണ് അവര്. ജീവിതത്തിൽ എപ്പോഴും ഹാപ്പിയാണ് ഞങ്ങൾ. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും ഒരു മൂവർ സംഘം, ഉണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമന്റ് ഇടണേ. നല്ല രസമാണ് മൂവർ സംഘം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾക്കും എൻ്റെ മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. താങ്ക് യു വെരി മച്ച്.